ഇതിങ്ങനെ കാണുമ്പോൾ ഒരു കാടായിട്ട് തോന്നുമെങ്കിലും ഇതെൻ്റെ വീടിൻ്റെ ഫ്രണ്ടാണ് ഈ കാണും. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം 12:10 കഴിയാനായി. നമ്മളപ്പോൾ ഐറുവിനെ ഹോമിയോ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നേ. സായിക്കുട്ടി വന്നപ്പോൾ തന്നെ മിഠായി കഴിക്കില്ല. അവളോട് എക്സ്റേ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നോക്കിയേ, ഉമ്മ നാരങ്ങ വെള്ളം കലക്കി തന്നേക്കുന്നതിനേക്കാൾ അതെവിടെ പോയാലുള്ള ശീലമാണ്. ഞാനപ്പോൾ മരുന്ന് മേടിക്കാൻ വേണ്ടി നിൽക്കും. സായിക്കുട്ടിക്കാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഓടിച്ചാടി നടക്കും. എല്ലായിടവും ഈ ടോയ്ക്കട കൊണ്ട് ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറും. അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിക്കാം, നമുക്കൊന്ന് ചോറ് കഴിക്കാം, ഊണ്. മന്തി അല്ലാത്തതുകൊണ്ട് തന്നെ ഐറുക്കുട്ടിയുടെ മുഖത്തിന് ഒട്ടും തെളിച്ചില്ല. 2-3 ഒലത്തൊക്കെ കൂട്ടി നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണ്. ഇത്രയും കറികളുണ്ടെങ്കിലും രണ്ടുപേരുടെയും ഫേവറേറ്റ് പപ്പടം മാത്രമുണ്ട്. അങ്ങനെ തോരൻ വന്നു, ഓലൻ വന്നു, സാമ്പാർ വന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാനും തുടങ്ങി. ഐറു മന്തിയാണെങ്കിൽ മാത്രം വാരി കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 2 പേർക്കും വാരി. പക്ഷെ സായിക്കുട്ടി ചോറ് തിന്നാൻ തയ്യാറായില്ലതേ, പപ്പടം മാത്രമാണ് തിന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എൻ്റെ വായിക്ക് ചൊവ്വയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നിൻ്റെ രുചി അറിയാൻ പറ്റി. പിന്നെ അവസാനം ഒരു മോരുണ്ടായി. ആ മോര് കുടിച്ചപ്പോൾ മാത്രം ചെറുതായിട്ടൊരു പുളി തോന്നി. അങ്ങനെ അവിടെ ഞാനൊരു നൊസ്റ്റ് മിഠായി ഉണ്ട്, അത് 2 മേടിച്ചു. നേരെ ഒന്ന് ATM കയറണമായിരുന്നു. അങ്ങനെ ATM കയറി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുവാണ്. നല്ല വെയിലുണ്ടായിരുന്നു, പക്ഷെ എന്നാലും നമുക്ക് പോകാതെ രക്ഷയില്ലല്ലോ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തി. സായിക്കുട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അവളുടെ വേഷം ഇതാണ്, ഒരു പാമ്പേഴ്സ്. അപ്പോൾ ശരി, ടാറ്റാ.